സ്വാതി സ്ക്രീൻ ടോക്ക്. അപ്പോൾ നമ്മൾ പിന്നെയും വന്നിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഞാൻ ഇന്ന് പുതിയതായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഒരാളെ കൂടി പരിചയപ്പെടുത്താണ്. ഒന്ന് എൻ്റെ അനിയത്തി, ഒന്നല്ല രണ്ടാൾക്കാരുണ്ട്. ഒരാൾ അൺഫോർച്ചുനേറ്റ്ലി കടന്നു വന്നതാണ്, ഞങ്ങൾ വിചാരിച്ചു വന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് എൻ്റെ അനിയത്തിയാണ്, എൻ്റെ സിസ്റ്ററാണ്, സീത എന്നാണ് പേര്. അപ്പോൾ അവളും കൂടി ബിഗ് ബോസിൻ്റെ റിവ്യൂ പറയാൻ നമുക്കൊരു കമ്പനിക്ക് നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വന്നതാണ്. പിന്നെ രണ്ടാമത് വന്നാണ്, നമ്മൾ ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയാണ്. ഞങ്ങൾ വീഡിയോ എടുക്കാൻ നേരത്തെ ഇവിടെ വന്നിരിക്കുകയാണ്. ഒരു കാര്യമില്ല, ഞാൻ എണീപ്പിച്ച് വിട്ടിട്ടും പോകുന്നില്ലവൻ നോക്കി. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവൻ്റെ കൂടെ എന്താണ് പറയുന്നത്, അവന് നമ്മുടെ കൂടെ ഇരിക്കണം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് വന്നിരിക്കണം. നമ്മൾ വീഡിയോ എടുക്കുന്നത് ഇവൻ്റെ പേര് ടുട്ടു എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്, ഞങ്ങളുടെ പെറ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇരിക്കവിടെ. അപ്പോൾ ഞങ്ങൾ പറയാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് തമാശയ്ക്ക് വിടാം, നമ്മൾ സീരിയസ് കാര്യത്തിലേക്ക് വന്നു. കാരണം ബിഗ് ബോസ് തുടങ്ങാനുള്ള സമയമായി. അപ്പോൾ നമ്മൾ പറയാണ്, അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ബിഗ് ബോസ് സീസൺ 8 തുടങ്ങുകയാണ് ഗൈസ്. എന്നാണ് തുടങ്ങുന്നത്? ഓഗസ്റ്റ് 15. ഓക്കെ, ഓഗസ്റ്റ് 15 ഒഫീഷ്യലി ആയിട്ട് ബിഗ് ബോസ് സീസൺ 5 തുടങ്ങുമെന്ന് പറഞ്ഞ്, അല്ല ബിഗ് ബോസ് സീസൺ 8ന്റെ ബിഗ് ബോസ് സീസൺ 8 തുടങ്ങുമെന്നും പറഞ്ഞ് പ്രമോ വന്ന് ഇങ്ങനെ ആറാടി നടക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ എല്ലാ വർഷത്തേക്കാളും വ്യത്യസ്തമായിട്ട് എന്താണ് ബിഗ് ബോസ് സീസൺ 8 ഒരു സംഭവമാണ് വന്നെ, തീപരീക്ഷ അഗ്നിപരീക്ഷയാണ്. അപ്പോൾ സീതയ്ക്കും അഗ്നിപരീക്ഷയ്ക്കും തമ്മിൽ ഭയങ്കര ലിങ്ക് ഉണ്ട് കേട്ടോ. കാരണം സീതയുടെ പേര് സീതാണ്, അഗ്നിപരീക്ഷയാണ്. അപ്പോൾ രാമായണം ഒക്കെ റിലേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ അഗ്നിപരീക്ഷ തുടങ്ങണം. നമ്മൾ അഗ്നിപരീക്ഷയെ കുറിച്ച് നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് അഗ്നിപരീക്ഷ, എങ്ങനെയായിരുന്നു അഗ്നിപരീക്ഷ എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ നല്ലോണം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പൊ ഫൈനലി പ്രമോ വന്നിക്കണം. അപ്പൊ ഇന്നലത്തെ പ്രമോ നമ്മൾ കണ്ടതായിരുന്നു. ആൾക്കാരൊന്നും റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം ജഡ്ജസിനെ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഫേസ് റിവീൽ ചെയ്യാത്ത രീതിയിലാണ്. പക്ഷെ ഇന്ന് ഫേസ് റിവീൽ ചെയ്തു ഗൈസ്. നമുക്കത് അറിയണം ആരാണ്. അപ്പോ 3 ജഡ്ജസ് ആണ് നമ്മുടെ എവിടെ ഉള്ളത്, ബിഗ് ബോസ് സീസൺ 8ന്റെ അഗ്നി പരീക്ഷയിലുള്ളത്. ആരൊക്കെയാണ്? ഒന്നാമത്തത് രഞ്ജിനി ഹരിദാസ്. യെസ്, രഞ്ജിനി ഹരിദാസ്. യു നോ വാട്ട്, ബിഗ് ബോസ് സീസൺ 1 കണ്ടസ്റ്റന്റ് ആയിരുന്നു, ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും ഒരു ഒപ്പീനിയൻ ഉള്ള ഒരു വളരെയധികം സ്ട്രോങ്കസ്റ്റ് വുമൺ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു ടൈപ്പ് ഓഫ് ഒരാളാണ്. രഞ്ജിനിനെ അറിയാത്ത മലയാളികളെ, അതായത് ഐഡിയ സ്റ്റാർ സിംഗർ പാട്ട് നമുക്ക് അറിയാവുന്നതാണ്. എൻ്റെ ഒക്കെ ചെറുപ്പത്തിലായിരുന്നു അത്. അപ്പോൾ രഞ്ജിനി ഹരിദാസിന്റെ സംസാരമൊക്കെ നമ്മുടെ മനസ്സിൽ അന്നേ ഭയങ്കര അട്രാക്ട് ചെയ്ത ആളായിരുന്നു. കാരണം ഇംഗ്ലീഷ് അല്ലേ, എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ബിഗ് ബോസ് 1 പേളിയോട് സംസാരിച്ചു. അതൊക്കെ ആ സീനൊക്കെ ഭയങ്കരമായിട്ടുള്ള വൈറലായിട്ടുള്ള സംഭവം. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഭയങ്കര സംസാരിക്കാൻ നല്ല കഴിവുള്ളൊരു ഇതാണ്. അതുപോലെ തന്നെ നിലപാടുകൾ ശക്തമാക്കുക പോവണം. അപ്പോൾ നിലപാടുകൾ ശക്തമാക്കുന്ന ഒരാളായിരുന്നു രഞ്ജിനി ഹരിദാസ്. സോ അതുകൊണ്ട് ബിഗ് ബോസ് സീസൺ 8ന്റെ അഗ്നിപരീക്ഷയിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ജഡ്ജാണ് രഞ്ജിനി ഹരിദാസ്. കാരണം നമ്മുടെ അഗ്നിപരീക്ഷ എന്ന് പറയുമ്പോൾ കോമണേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു തീക്കളിയാണ്. ആ തീക്കളിയിൽ അവരെ വെള്ളം കുടിപ്പിക്കാൻ പറ്റുന്ന ഒരു ഫസ്റ്റ് ജഡ്ജാണ് രഞ്ജിനി ഹരിദാസ്. ഇനി രണ്ടാമത്തെ ആള് റിയാസ് സലീം. യെസ്, റിയാസ് സലീം. അതന്നെ, ബ്ലെസ്ലി സ്റ്റേ അവേ. ഞാൻ പറഞ്ഞാലും ബിഗ് ബോസ് കേൾക്കും, അതൊക്കെ ഭയങ്കര. അപ്പൊ ബിഗ് സീസൺ 4 കണ്ടസ്റ്റന്റ് ആയിരുന്നു റിയാസ് സലീം. നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെയധികം ഒരുപാട് അറിവുള്ള മനുഷ്യനാണ്, നല്ലൊരു ഗെയിമറാണ് സത്യം. കാരണം ബിഗ് ബോസില് ലൈക്ക് എല്ലാവരും ചിന്തിച്ച ഒരു കാര്യത്തിനെ വളരെയധികം എന്താ പറയുക, നല്ലൊരു രീതിയിൽ ആ ഒരു ഗെയിമിനെ വളരെയധികം വ്യത്യസ്തമായ ഒരു രീതിയിൽ തന്നെ അതിനെ ചേഞ്ച് ചെയ്ത് കൊണ്ടാകാൻ, അതൊരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നിട്ട് ചേഞ്ച് ചെയ്ത് കൊണ്ടാകാൻ സാധിച്ച ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു റിയാസ് സലീം. അപ്പൊ അത് ഒരു ഫെമിനിസം, അതുപോലെ തന്നെ LGBTQ ആ ഒരു കമ്മ്യൂണിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് എന്താ പറയാ, അവർക്കൊക്കെ വേണ്ടിയിട്ട് പോലും അദ്ദേഹം അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് സംസാരിച്ചു. അതായത് അത് ഒരുപാട് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പണ്ടത്തെ കാലത്തായാലും ഇപ്പോഴത്തെ കാലഘട്ടത്തിലായാലും ക്വസ്റ്റ്യൻ ചെയ്തൊരു കാര്യമാണ് ബോയ്സ് ഒക്കെ മേക്കപ്പ് ചെയ്യുന്ന കാര്യത്തിനെ പറ്റി. ബട്ട്
വൈ എന്തുകൊണ്ട് ചെയ്തു കൂടാ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് അദ്ദേഹത്തിന് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കമന്റ്സും കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം എന്താ പറയുക കാഴ്ചവെച്ച ഐഡിയാസ് വളരെയധികം യുണിക്കുമാണ്, അതുപോലെ ആവശ്യകതയുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയിരുന്നു റിയാസ് സലീമിനെ നമുക്ക് അറിയാം, കഴിഞ്ഞ സീസണിലൊക്കെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഹീസ് എ അമേസിംഗ് പ്ലെയർ, യു നോ വാട്ട്. അപ്പോൾ അദ്ദേഹം എന്താ പറയുക, നല്ലൊരു ഗെയിമറാണ്. അങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവരുന്ന ആൾക്കാരെയാണ് നമ്മുടെ ബിഗ് ബോസിൽ വേണ്ടത്. അതുകൊണ്ടാണ് പിന്നെയുള്ള സീസണിൽ ഗസ്റ്റ് ആയിട്ട് ആളെ വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് റിയാസ് സലീമാണ് രണ്ടാമത്തെ ജഡ്ജ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് അഖിൽ മാരാർ. യു നോ വാട്ട്, സീസൺ 5 വിന്നറായിരുന്നു അഖിൽ മാരാർ. അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തി നമുക്ക് എല്ലാവർക്കും അറിയാം. അഖിൽ മാരാർ പ്രത്യേകിച്ച് പറയാനല്ല, ഇതുപോലെ തന്നെ ഇവര് 3 പേരെ ഒരേ തട്ടിൽ നിൽക്കുന്ന ആൾക്കാരാന്ന് പറയും. കാരണം അത്രയ്ക്കും സംസാരിക്കാൻ നല്ല കഴിവുള്ള ആൾക്കാരാണ്, നിലപാടുകൾ ശക്തമാണ്. അതുപോലെ തന്നെയാണ് അഖിൽ മാരാർ ഈ റീസെന്റ് ആയിട്ട് ഇലക്ഷൻ ഒക്കെ നമുക്ക് അറിയാം. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇൻട്രൊഡക്ഷൻ പിന്നെ ബിഗ് ബോസിലുള്ള കണ്ടസ്റ്റന്റ് ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്തും ആളുടെ നിലപാടുകൾ ശക്തമായിട്ട് പറയുക. എന്റർടൈൻമെന്റ് ഉണ്ടായിരുന്നു ആളും. അതുപോലെ തന്നെ എല്ലാത്തിലും അത്രയ്ക്കും പ്രേക്ഷകർക്ക് വേണ്ടപ്പെട്ട ഒരാളായതുകൊണ്ടാണ് ആള് കപ്പം കൊണ്ട് പോയത്. നന്നായിട്ട് സംസാരിക്കാനുണ്ട്. അതായത് ആരുടെ അടുത്തും സ്വന്തം നിലപാട് പറയുന്ന ഒരാളായിരുന്നു മറ്റേ അഖിൽ മാരാർ. അപ്പൊ ഈ 3 പേരുമാണ് ജഡ്ജസ് എന്ന് പറഞ്ഞാൽ. 3 അഗ്നി പരീക്ഷയിലെ 3 അഗ്നി സംഭവങ്ങളാണ്, ഗുണ്ടങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അഗ്നികുണ്ടങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് എന്തായാലും കോമണേഴ്സ് ഈ അഗ്നികുണ്ടങ്ങളുടെ എന്താണ് ചുറ്റും നടക്കുന്ന അങ്ങനെ ഈയാമറ്റൊന്നല്ല, അങ്ങനെ ഈ ഒരു അഗ്നികുണ്ടങ്ങളുടെ ചൂടില് കോമണേഴ്സ് നിന്ന് കത്തുന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞു കേട്ടത്തോളം ബിഗ് ബോസ് സീസൺ 8 അഗ്നി പരീക്ഷ എന്ന് പറയാൻ വളരെ ഡിഫിക്കൽട്ടായിരിക്കും. കാരണം ഭയങ്കര കോമണേഴ്സിന് ഭയങ്കര ചലഞ്ചേഴ്സ് ആയിരിക്കും എന്നാണ് കേട്ടത്. കാരണം ഭയങ്കര വെല്ലുവിളി ആയിരിക്കും. ഓൾറെഡി ചലഞ്ചിങ് ആണ്. ബട്ട് നമ്മളൊരു ടാസ്ക് എടുത്ത് ചെയ്യുന്നതിന് ഉപരി നമുക്ക് എല്ലാ ബിഗ് ബോസ് സീസണിലും കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ് നമ്മൾ മെന്റലി ഒരുപാട് സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ കോമണേഴ്സ് ആയിട്ട് വരുമ്പോൾ തന്നെ മൈൻഡ് ഗെയിമും ഡിബേറ്റും അതുപോലെ തന്നെ ടാസ്ക് ഫിസിക്കലും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അത്രയ്ക്കും ഒരു അഗ്നിപരീക്ഷ എന്ന് പേരെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും കഠിനമായിട്ടുള്ള സംഭവം തന്നെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ്. പ്ലസ് ഇതിൻ്റെ ആങ്കറിന്റെ കാര്യം പറയുന്നത് റെനീഷ. അത് നമ്മുടെ ബിഗ് ബോസ് സീസണിൽ തന്നെ ഉള്ള ആളാണ്. ആള് ബിഗ് ബോസ് സീസൺ 5 ടോപ്പ് 2 കണ്ടസ്റ്റന്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ആളും എന്താണ് ഇതിൽ ആങ്കറാണ്. അപ്പോൾ ആങ്കർ വരെ ബിഗ് ബോസിന്റെ ആളാണ്. സോ അതുകൊണ്ട് കോമണേഴ്സ് ആയിട്ടുള്ള ഇത് ഒന്നാമത് നമ്മളെ മലയാളികൾ എക്സൈറ്റഡ് ആണ്. യു നോ വാട്ട്, എന്താ അഗ്നിപരീക്ഷ പുതിയതായിട്ടാണ് മലയാളികളുടെ ഇടയിട്ട് വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് 4 ബിഗ് ബോസ് പ്രീവിയസ് കണ്ടസ്റ്റൻസിനെ തന്നെ ഇതിൽ ജഡ്ജസ് ആയിട്ടും ആങ്കറായിട്ട് വെക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ എന്താ പറയുക, ഒരു അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും ഗൈസ്. അത് നമുക്ക് പറയാം. അത് നമ്മളിപ്പോൾ കാത്തിരിക്കാൻ മലയാളികളെല്ലാവരും കാത്തിരുന്ന് കാണാൻ ഇങ്ങനെ കണ്ണിൽ എണ്ണ വെച്ചിരിക്കാൻ. ഇന്ന് തുടങ്ങും നാളെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് കാണാൻ വെയിറ്റിംഗ് ആണ്. അപ്പം ഇനിയും വെയിറ്റ് ചെയ്യുക. 15 ആവട്ടെ. ഇന്ന് ഇപ്പോൾ 31-ാം തീയതിയാണ്. നാളെ 1-ാം തീയതി, കറക്റ്റ് 15 ദിവസം കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ ന്യൂ അപ്ഡേറ്റ്സ് എന്തായാലും വരും. നമ്മളത് അറിയിക്കും. ഇനി വന്നോണ്ടിരിക്കും. ഓരോ ദിവസം ഈ ഒരു സീസണിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. എല്ലാ സീസണിനും വേണ്ടി വെയിറ്റിംഗ് ആണ്. പക്ഷെ ഇത് പരീക്ഷയും കൂടി ഉള്ളത് കൊണ്ട് എന്താ സംഭവം എന്ന് അറിയാൻ എല്ലാവരും കണ്ണോർത്ത് ഇങ്ങനെ നിൽക്കാണ്. അപ്പോൾ ഇനിയും പുതിയ അപ്ഡേറ്റ്സ് നമുക്ക് അറിയിക്കാം. അതുവരെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്. ബൈ ബൈ, ടാറ്റ, see you guys.